പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട്, സകല വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാൻ, ഈ ചെല്ലാനും ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം നിയോഗിച്ചതിനോർത്ത് നന്ദി പറയുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ ദേശത്തുള്ള സകല മക്കളെ സമർപ്പിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയുന്ന സിസ്റ്റർ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ വരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ചെല്ലാനും ദേശത്തുള്ള പ്രിയ ദൈവജനമേ, നിങ്ങളെല്ലാവരെയും ഇന്ന് കർത്താവ് അനുഗ്രഹിക്കുവാൻ തീരുമാനസായതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. യോനാ പ്രവാചകന്റെ പുസ്തകത്തില് നിനവേ നഗരം നശിപ്പിക്കുവാൻ വേണ്ടി, പാപം നിറഞ്ഞ നിനവേ നഗരത്തിലെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം തീരുമാനമെടുക്കുകയാണ്. ഇങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഇവരെ രക്ഷിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം യോനാ പ്രവാചകനെ ആ ദേശത്തിലേക്ക് കടത്തിവിടുകയാണ്. തന്റെ ദൂതമായിട്ട് ഈ യോനാ പ്രവാചകൻ ഈ ദേശത്തിലേക്ക് കടത്തിവിടുകയാണ്. യോനാ പ്രവാചകൻ ചെന്ന് അവിടെ ദൈവത്തിന്റെ സന്ദേശം അവിടെ കൊടുക്കുന്നുണ്ട്. ഈ സന്ദേശം കൊടുത്തു കഴിയുമ്പോൾ അവിടെയുള്ള രാജാവും സകല പ്രജകളും മാനസാന്തരപ്പെട്ട് ചാക്കൊടുത്ത് ഉപവസിക്കുന്നുണ്ട്. അങ്ങനെ ഉപവാസം എടുക്കുമ്പോൾ ആ ദേശം അനുഗ്രഹിക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാം വ്യക്തിപരമായും വ്യവസ്ഥകളില്ലാതെയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അനന്തമായിട്ടാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദൈവത്തിന്റെ ഈ ആഗ്രഹം മൂലമാണ് ഞങ്ങൾ ഇന്ന് ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അനുഭവിച്ച ആ ദൈവസ്നേഹം നിങ്ങൾ അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് ഈ ദേശത്തേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലവിധ ജോലികളിൽ, പലവിധ ദുഃഖങ്ങളിൽ, പലവിധ അസ്വസ്ഥതകളിൽ ഇന്ന് കഴിഞ്ഞു പോകുന്ന ജനമാണ്. രാഷ്ട്രീയ അധികാരികൾ മൂലം, അല്ലെങ്കിൽ നമ്മളെ രോഗങ്ങൾ മൂലമെല്ലാം, നമ്മൾ അസ്വസ്ഥത മൂലമെല്ലാം നമ്മൾ വേദനിക്കുന്നുണ്ട്. കുടുംബങ്ങളുടെ കലഹം, അങ്ങനെ ഒരുപാട് വേദനകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തു നിങ്ങളെ ആ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, ദൈവത്തിന്റെ കരുണയിലേക്ക് നിങ്ങളെ വിളിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. BC 312 ഡയോജനിസ്റ്റ് എന്നൊരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ടായിരുന്നു. ഈ ഫിലോസഫർ ഒരിക്കൽ തന്റെ വളർത്തുനായയുമായിട്ട് കടലോരത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ചെല്ലാൻ ദേശത്തുള്ള നിങ്ങൾക്കറിയാം, കടലോരത്തിലൂടെ ഈ സായം സന്ധ്യയിൽ നടക്കുമ്പോൾ വളരെ സുഖമുള്ള ഏർപ്പാടാണ്. കാരണം നല്ല തണുത്ത കാറ്റും നമ്മുടെ ശരീരത്തടിക്കുമ്പോൾ നല്ല കുളിർമയുണ്ടാക്കും. ഈ ഡയോനിസ് ഇങ്ങനെ കടൽപ്പുറത്തൂടെ നടക്കുമ്പോഴാണ് മഹാനായ അലക്സാണ്ടർ ആ സമയത്ത് അതിലൂടെ കടന്നു വരുന്നത്. ലോകം മുഴുവനും കീഴടക്കിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ആ സമയത്ത് ആ കടപ്പുറത്തുകൂടെ കുതിരപ്പുറത്ത് പട നയിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഈ ഫിലോസഫറെ കണ്ടപ്പോൾ അലക്സാണ്ടർ ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഈ കടന്നിറങ്ങുന്നത്, ഇതിലൂടെ നടക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഫിലോസഫർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അലക്സാണ്ടർ ചക്രവർത്തി, അങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തോടുകൂടി ഇത്ര തീവ്രമായ വേഗത്തിൽ കടന്നു വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ലോകം മുഴുവനും കീഴടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, പല ദേശങ്ങളും വെട്ടിപ്പിടിച്ചുകൊണ്ട്, പല രാജാക്കന്മാരെയും കീഴ്പ്പെടുത്തിക്കൊണ്ട്, എന്റെ അടിമയാക്കിക്കൊണ്ട് ഞാൻ ഈ ദേശത്തിലൂടെ കടന്നു പോകുകയാണെന്ന്. അപ്പോൾ ഈ ഫിലോസഫർ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് അങ്ങ് ഈ ദേശമെല്ലാം കെട്ടിപ്പടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ സമ്പത്തെല്ലാം സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെല്ലാം കൊന്നൊടുക്കിക്കൊണ്ട് ഈ ദേശമെല്ലാം ആക്രമിച്ച് കീഴടക്കുന്നതെന്ന്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ എല്ലാവരെയും കീഴടക്കിക്കൊണ്ട്, ഈ ലോകം മുഴുവനും കീഴടക്കി, ഞാൻ വളരെയേറെ സന്തോഷവും സമാധാനവും അനുഭവിച്ച് സ്വസ്ഥമാകുവാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതെന്ന്. അപ്പോൾ വളരെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഈ ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്ന ആ സന്തോഷമാണ് ഞാനിപ്പോൾ ഈ കടപ്പുറത്ത് ഒന്നുമില്ലാത്തവനായിട്ടാണെങ്കിൽ പോലും അനുഭവിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകേട്ട് അലക്സാണ്ടർ ചക്രവർത്തിക്ക് വളരെയേറെ ദുഃഖമുണ്ടായി. കാരണം മറ്റുള്ളവരെ പലപ്പോഴും കൊന്നൊടുക്കിയിട്ടും ഇത്രയേറെ സമ്പത്ത് സമ്പാദിച്ചിട്ടും ഇദ്ദേഹത്തിന് ഒരിക്കൽ പോലും സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയാൻ സാധിച്ചിരുന്നില്ല.
അങ്ങനെ വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഈ അലക്സാണ്ടർ അവിടുന്ന് കടന്നുപോയത്. നമുക്കറിയാം, അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുമ്പോൾ തന്റെ ഇരു കൈകളും പെട്ടിയുടെ ഇരുവശത്തേക്കും കൂടി ഇട്ടുകൊണ്ടാണ്, ശവപ്പെട്ടിയിലേക്ക് ഇട്ടുകൊണ്ടാണ് ആ മരണയാത്ര കടന്നുപോയത് എന്ന്. കാരണം ഈ ലോകത്തിൽ എന്തൊക്കെ സമ്പാദിച്ചാലും എന്തൊക്കെ നേടിയാലും ഒന്നും കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നൊരു കഥ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈശോ പറയുന്നുണ്ട്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. കർത്താവ് തരുന്ന, ഈശോ തരുന്ന സന്തോഷവും സമാധാനവും ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കോ ഒരു ചരിത്ര പുരുഷനോ തരുവാൻ സാധിക്കുകയില്ല. നമ്മൾ ഇത് മനസ്സിലാക്കണം. നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ കേട്ടിട്ടുള്ള അനേകായിരം വ്യക്തികൾ ഇന്ന് നമ്മുടെ മുമ്പിൽ നിന്നും നമ്മുടെ കൺമുമ്പിൽ നിന്നും മറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധിയും മരിച്ചുപോയി. ഇത് നമ്മൾ കാണുന്ന സിനിമാ നടന്മാര്, രാഷ്ട്ര നേതാക്കള് എല്ലാം നമ്മുടെ കൺമുമ്പിൽ നിന്നും മൺമറഞ്ഞു പോയി. എന്നാൽ അവരാരും നമ്മളെ രക്ഷിക്കാമെന്നോ നമ്മളെ സ്വർഗരാജ്യം നമുക്ക് നേടിത്തരാമെന്നോ വാഗ്ദാനം നൽകിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങളും നമ്മുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് വീണ്ടും വരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അവിടുത്തെ രക്ഷകനും നാഥനുമായിട്ട് നമ്മൾ ഏറ്റുപറയണം. നമ്മൾ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കാം, നമ്മൾ ദേവാലയത്തിൽ പോകുന്നവനായിരിക്കാം. പക്ഷേ ദൈവത്തെ രുചിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ച് അറിയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ആപ്പിൾ ഉണ്ടെന്ന് ചിന്തിക്കുക. ഈ ആപ്പിളിന് കയ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരും സമ്മതിക്കുകയില്ല. കാരണം നിങ്ങളെല്ലാം ആപ്പിൾ രുചിച്ച് നോക്കിയിട്ടുള്ളവരാ. ഈ രുചിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഈ പ്രസംഗത്തിലൂടെ പറയുകയാണ് ഈ ആപ്പിള് കയ്പുള്ളതാണെന്ന്. പക്ഷെ നിങ്ങൾ ആരും അംഗീകരിക്കാത്തതിന്റെ കാരണം നിങ്ങൾ രുചിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ നമ്മൾ രുചിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിലുള്ള നിസ്സാര സങ്കടങ്ങളോ ഈ ലോകം തരുന്ന സുഖഭോഗങ്ങളോ ഒന്നുമല്ല കർത്താവ് നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയാൽ നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗത്തില് ദൈവത്തോടു കൂടി നിത്യകാലം വസിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധി സ്വന്തമാക്കണമെങ്കിൽ കർത്താവായ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാജ്ഘട്ടിലേക്കൊക്കെ പോയാൽ മഹാത്മാഗാന്ധിയുടെ കബറ് കാണാൻ പറ്റും. പക്ഷെ അവിടെ ആരും എഴുതി വെച്ചിട്ടില്ല ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന്, ഞാൻ വീണ്ടും ഉയർക്കുമെന്ന് അവിടെ ആരും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ ചരിത്ര പുരുഷന്മാരെല്ലാം നമുക്ക് പല മോഹന വാഗ്ദാനങ്ങളും നൽകിയിട്ട് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അവരാരും ഉയർത്തെഴുന്നേൽക്കുമെന്നോ നമ്മളെ സ്വർഗരാജ്യം നേടിത്തരാമെന്നോ ഇന്ന് വരെ ഒരാളും വാഗ്ദാനം നൽകിയിട്ടില്ല. എന്നാൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ എല്ലാ പാപങ്ങൾ സ്വന്തം ശരീരത്തിലേറ്റുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ അവന്റെ മനസ്സിലേക്ക് ഏറ്റുകൊണ്ട് അവന്റെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് നമ്മളെല്ലാം നിത്യജീവൻ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഞാൻ മദ്യത്തിന് അടിമയാണ്, ഞാൻ ദുശീലങ്ങൾക്ക് അടിമയാണ്, എന്നെ ക്രിസ്തു സ്നേഹിക്കുന്നുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തിരിച്ചു വരാനൊരു അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു വരാനൊരു അവസരം കർത്താവ് നൽകിയിട്ടുണ്ട്. ആ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ദൈവം കാത്തിരിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു ഫോർഡ് കാറിൽ കുറച്ച് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. ഈ കാർ ഒരിക്കലും വഴിയിൽ കംപ്ലൈന്റ് ആയിട്ട് വഴിയിൽ കിടന്നു. ഇവര് ഓരോ മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ വാഹനം നന്നാക്കുവാൻ ശ്രമിച്ചു. ആ മെക്കാനിക്ക് വന്നിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടും ഈ വാഹനം നന്നാക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവര് കുറച്ചും കൂടി നല്ല പഠിപ്പുള്ള വേറെ മെക്കാനിക്കുകളെ വിളിച്ചുകൊണ്ടുവന്നു. അവര് കുറെ നേരം ശ്രമിച്ചു നോക്കി, പക്ഷേ അവർക്കും ഈ വാഹനം നന്നാക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൃത്തനായ മനുഷ്യൻ ആ വഴിയിൽ കൂടി നടന്നു പോയത്. ഒരു വടിയും കൊണ്ട് കുത്തിപ്പിടിച്ച് നമ്മൾ പലപ്പോഴും വൃത്തരായവർ പലപ്പോഴും അപമാനിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ അനാഥ മന്ദിരങ്ങളിലും ഒക്കെ ഒരുപാട് വൃത്ത മാതാപിതാക്കള് എല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഈ വൃത്തനായ മനുഷ്യൻ അധികം കടന്നു ചെന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന്. എന്നാൽ ഇവര് ആ വൃത്തനായ മനുഷ്യനെ
അവർ പരിഹസിക്കുക ചെയ്ത്. ഞങ്ങൾ ഇത്രയും പഠിപ്പുള്ളവർ, ഞങ്ങളിപ്പോൾ ബുദ്ധിയുള്ളവർ, ഞങ്ങൾ ശ്രമിച്ചിട്ട് ഈ വാഹനം നന്നാക്കുവാൻ സാധിച്ചില്ലല്ലോ, പിന്നെ താങ്കൾ എങ്ങനെ നന്നാക്കുവാൻ സാധിക്കുന്നതെന്ന്. എങ്കിലും ഇവരുടെ അപമാനങ്ങൾ സഹിക്കാതെ, നിന്ദനങ്ങൾ സഹിക്കാതെ ഈ വൃത്തനായ മനുഷ്യൻ ആ കാറ് നന്നാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ വാഹനം അദ്ദേഹം നന്നാക്കി. കാരണം അതിൻ്റെ ഒരു നെറ്റ് ഇളകി കിടക്കുന്നതായിട്ട് ഇദ്ദേഹം കണ്ടു. ഒന്നും മിണ്ടാതെ ഈ വൃത്തനായ മനുഷ്യൻ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഈ പഠിപ്പുള്ള ഒത്തിരി വിദ്യാഭ്യാസമുള്ള ബുദ്ധിജീവികൾ എന്ന് കരുതിയ ഈ മെക്കാനിക്കുകളോ ഈ ഡ്രൈവറും ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ വാഹനം നന്നാക്കുവാൻ സാധിച്ചത് എന്ന്. അപ്പോൾ ഈ വ്യക്തി, ഈ വൃത്തനായ മനുഷ്യൻ ഇവരോട് പറഞ്ഞു, ഈ വാഹനം നിർമ്മിച്ച ഹെൻറി ഫോർഡ് ഞാനാണെന്ന്. ഈ വാഹനം നിർമ്മിച്ച ഹെൻറി ഫോർഡ് ഞാനാണെന്ന്. കാരണം ഈ വ്യക്തിക്ക് അറിയാം ഈ വാഹനം നിർമ്മിച്ചത് ഈ വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് അറിയാം ഈ വാഹനത്തിന്റെ നെറ്റും ബോൾട്ടും എല്ലാം എവിടെയാണ് ഊരിക്കിടക്കുന്നത്, എന്താണ് ഈ വാഹനത്തിന്റെ കംപ്ലൈന്റ്, എന്ത് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഈ വാഹനം നന്നാക്കുവാൻ സാധിച്ചത് എന്ന്. പ്രിയപ്പെട്ടവരെ, ആദ്യയിലെ നമ്മളെ ദൈവം സ്വന്തം ഛായയിലും നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനറിയാം നമ്മുടെ കുറവുകള്, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ പരാജയങ്ങള്, നമ്മുടെ ദുഃഖങ്ങള് എവിടെയാണ് കിടക്കുന്നത് എന്ന്. ഈ പരാജയത്തിന്റെ ഈ നെറ്റും ബോൾട്ടും ഒരുക്കുവാൻ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ കൊണ്ടോ, ഒരു രാഷ്ട്രീയ അധികാരികളെ കൊണ്ടോ, ഒരു പ്രത്യയശാസ്ത്രത്തിനെ കൊണ്ടോ സാധിക്കുകയില്ല. നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മളെ സൃഷ്ടിച്ചവൻ അവനാണ്. ആ ക്രിസ്തു നമുക്ക് വേണ്ടി പാടുവീടേറ്റ് മരിച്ചുവെന്നും അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ഇനി വീണ്ടും വരുന്ന നമ്മളെ കൂട്ടുകൊണ്ടുപോകാൻ വരുമെന്നും നമ്മൾ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകും. ഈ പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മൾ കൂട്ടായ്മയായിട്ട് ചേർന്നുകൊണ്ട് സ്വർഗത്തിലെത്തുവാനും നിത്യജീവനായിട്ട് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാനും സാധിക്കും. ആകിയാൽ ഞങ്ങൾക്ക് നിങ്ങളോടൊന്ന് പറയുവാനുള്ളൂ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതാനും മിനിറ്റുകൾ ഞങ്ങളെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സ്വപ്ന നിങ്ങളെയും ഈ പരിസരത്തെയും ഈ ചെല്ലാനം മുഴുവനെയും ദൈവ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്തെങ്കിലും നിയോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നിമിഷം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മനസ്സിലത് കാണുക. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ആ നിയോഗം ദൈവസമക്ഷം സമർപ്പിക്കുക. സ്നേഹപിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ സായം സന്ധ്യയിൽ ഒന്നിച്ചു കൂടുവാനായിട്ട് നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അനാദികാലം മുമ്പ് ഈശോ തിരഞ്ഞെടുത്തൊരു സമയമാണ് ഈ ദേശത്തുള്ള മക്കളോടൊപ്പം ഈ സമയങ്ങൾ ഇവിടെ ചെലവഴിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നു. അതിനായി ബലഹീനരും അയോഗ്യരുമായ ഞങ്ങളെ, കുറവുകളും മാത്രമുള്ളവർ, കുറവില്ലാത്ത നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും നിങ്ങളോട് ഒരു നിമിഷം ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഓരോ സഹോദരന്മാരും താങ്കളുടെ വചനങ്ങളും താങ്കളുടെ അനുഭവത്തിലൂടെയും ഈശോയുടെ വചനവും ഈശോയുടെ സ്നേഹവും നമുക്ക് പകർന്നു തന്നപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്തത്, നമ്മൾ രഹസ്യമാക്കി വച്ചിരിക്കുന്ന ആ വേദനകളെയെല്ലാം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ, നമ്മുടെ ഓരോ നിയോഗങ്ങളുണ്ട്. നമ്മൾ എത്ര പ്രായമായവരാണേലും ചെറുപ്പമാണേലും നമുക്ക് ചെറുതും വലുതുമായ ആഗ്രഹങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച് നമുക്ക് ഈ സമയം നമ്മളെ വ്യക്തിപരമായി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ ദേശവാസികളെ സമർപ്പിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളെ, ജോലികൾ ചെയ്യുന്ന ഓരോ വ്യക്തികളെ, ഈ ഭവനത്തിൽ ഈ ദേവാലയം പണി നടന്നുകൊണ്ടിരിക്കുന്ന, ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇതുവഴി കടന്നു പോയിരിക്കുന്ന ഓരോ മക്കളെയും, വാഹനങ്ങളിലൂടെയൊക്കെ നടയാത്രക്കാരായൊക്കെ കടന്നുപോയ ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെയും അവരുടെയും പേര് അങ്ങയുടെ ഉള്ളം കയ്യിൽ അങ്ങ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഈശോയെ, ആ പേരുകളെ നോക്കി അങ്ങ് അനുഗ്രഹിക്കുമ്പോൾ ഈ ദേശം സമ്പൽ സമൃദ്ധമാവുമല്ലോ. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു ആത്മാവിനെ അയച്ചുകൊണ്ട് ഈശോയെ
ഞങ്ങളുടേതായ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടും ഈ വ്യക്തികൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങളും ആശംസകളും ഈശോയെ അങ്ങ് നൽകുന്നതിനോട് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുമ്പോൾ ഈശോയെ ഒരു നിമിഷം ഞങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. പാപികളും ബലഹീനരും കുറവുള്ളവരുമായ ഞങ്ങൾ ഈ ദേശത്തായിരിക്കുവാനായിട്ട് അങ്ങ് അനുഗ്രഹിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു വാക്കുകൾ പോലും കർത്താവെ പാഴായി പോകാതെ വിത്ത് വിതച്ച് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഈ വിത്തിനെ നനയ്ക്കുവാനായിട്ട് ഈ വിത്തിനെ വളമിട്ട് തഴച്ചു വളർത്താനായിട്ട് അനേകം മക്കളെ പിന്നാലെ അങ്ങ് അയക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ ഈ വചനങ്ങളിലൂടെ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഈ ദേശത്തെ ഓരോ മക്കളും കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന മക്കളായി തീരുവാനായിട്ട് അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ നിമിഷങ്ങളെയും ഈ മക്കളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ അങ്ങയുടെ വചനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുമ്പോൾ കർത്താവെ അത് 100 പേര് ഫലം പുറപ്പെടുവിക്കുവാനുള്ള വലിയ ശക്തി അനുഗ്രഹവും തന്ന് അങ്ങ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ദേശവാസികളെ മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദേശത്തൂടെ കടന്നു പോകുന്ന ഓരോ മക്കള് അവരുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ സമർപ്പിച്ച് വിശുദ്ധ പിതാവിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. ഈ ദേശത്തിന് സമാധാനം ആശംസിക്കുന്നു. ഈശോയ്ക്ക് നന്ദി. ആമേൻ.